നമ്മുടെ നാടും നഗരവും എത്രയോ ദിവസങ്ങളായി ചരിത്രപ്രസിദ്ധമായ പൊങ്കാലയ്ക്കായുള്ള ഒരുക്കങ്ങളിലാണ്. കേരളത്തിൻ്റെ മാത്രം സ്വന്തമായ ലോക റെക്കോർഡുകളിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാല. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ മഹാദേവി ക്ഷേത്രത്തിലെ നിറ പൊങ്കാലയ്ക്കായി ഭക്തലക്ഷങ്ങൾ സംഗമിക്കുന്ന അപൂർവ പുണ്യദിനം. അത്യുഷ്ണത്തിൽ വെന്തുരുകുന്ന കുംഭച്ചൂടിനെ ഭക്തിയുടെ അപാരത കൊണ്ട് നിഷ്പ്രഭമാക്കുന്ന വർത്തമാനകാല അത്ഭുത പ്രതിഭാസമായി തീർന്നിരിക്കുന്നു ചരിത്രമുറങ്ങുന്ന തലസ്ഥാന നഗരി സാക്ഷിയാകുന്ന ഈ പൊങ്കാല മഹോത്സവം. നഗരത്തിലെ എല്ലാ വഴികളും സജീവമായിരിക്കുന്നത് പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൻ്റെ പരിസമാപ്തിക്ക് വേണ്ടിയാണ്. അതെ, ലക്ഷക്കണക്കിന് സ്ത്രീകൾ, യുവതികൾ, കുട്ടികൾ വ്രതം നോറ്റ് കാത്തിരിക്കുന്നത് ഭക്തിയുടെ ഈ അപൂർവ സംഗമത്തിനായിട്ടാണ്. കുംഭമാസത്തിലെ പൂരനാളിൽ ഈ വർഷം ഫെബ്രുവരി 25 അതെ, ഈ ഞായറാഴ്ച ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവം പൊങ്കാല ദിനമായി നമുക്ക് വേറിട്ടൊരു അനുഭവമായി തീരുന്നു. തൻ്റെ ഭർത്താവായ പാവം കോവിലനെ കള്ളനെന്ന് മുദ്രകുത്തി വധിച്ച മഹാരാജാവിനോടുള്ള ദേവി കണ്ണകിയുടെ പ്രതികാരത്തിൻ്റെ കഥയാണ് ആറ്റുകാൽ ദേവി ചരിതമായി വാഴ്ത്തിപ്പാടുന്നത്. കത്തിജ്വലിച്ച് പായുന്ന അഗ്നിശരം പോലെ ദേവി കണ്ണകി ഈ അനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ മധുര നഗരം വെന്ത് വെണ്ണീറായി കഴിഞ്ഞുവത്രേ. ദേവിയുടെ നോട്ടമെത്തുന്നിടത്തെല്ലാം അഗ്നി പടർന്ന് നശിക്കാൻ തുടങ്ങി. ഭഗവതിയെ ശാന്തയാക്കാനായി സ്ത്രീകൾ ശുദ്ധിയോടെ മൺകലങ്ങളിൽ പൊങ്കാലയിട്ട് മനമുരുകി പ്രാർത്ഥിച്ചു. അത്യുഷ്ണത്തിൽ വീണ്ടും ചൂടേറ്റി തിളച്ചു പൊങ്ങിയ പൊങ്കാലയിൽ ദേവി മെല്ലെ ശാന്തയായി. അങ്ങനെ ഒടുവിൽ അഗതികൾക്ക് അഭയമരുളുന്ന പ്രത്യക്ഷ വരദായിനിയായി ആറ്റുകാലിൽ സർവേശ്വരിയായി ദേവി കുടികൊണ്ടുവന്നാണ് പൊങ്കാല ഐതിഹ്യം. ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിച്ച ആറ്റുകാൽ ക്ഷേത്രത്തിനും പൊങ്കാല ഉത്സവത്തിനും ആരെയും അത്ഭുതപ്പെടുത്തുന്ന വനിതാ പ്രാതിനിധ്യമുണ്ട്. ദേവിയെ ഒരു നോക്ക് കാണാനും ദുരിതങ്ങൾക്ക് ആശ്വാസമാകണേ എന്ന് പ്രാർത്ഥിക്കാനുമായി ദിനം പ്രതി എത്തുന്ന ഭക്തരുടെ എണ്ണം ഉത്സവ ദിനങ്ങളിൽ ഇരട്ടിയാകുന്നു. പേരെടുത്ത ഒരാശുപത്രിയിലേക്ക് ജീവൻ രക്ഷയ്ക്കായി, അസുഖ നിവാരണത്തിനായി പോകുന്നതിന് സമമാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ഭക്തർ എത്തുന്നത്. സർവം സഹയായ സർവാഭീഷ്ടദായിനിയായ സ്വന്തം അമ്മയോട് ആവലാദികൾ ഉറക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആശ്വാസം നേടുന്ന, മനസ്സമാധാനം തേടുന്നവരെയാണ് നമുക്ക് കാഴ്ചയാകുന്നത്. ആഴ്ച മുമ്പ് കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തുന്നതോടുകൂടി ആരംഭിക്കുന്ന ഉത്സവത്തിൻ്റെ കലാശക്കൊട്ടാണ് പൊങ്കാലയോടെ സംഭവിക്കുന്നത്. കലങ്ങളുമായി, പൊങ്കാലയ്ക്കുള്ള വസ്തുക്കളുമായി, തീ പടർത്തുന്നതിനുള്ള സാമഗ്രികളുമായി ക്ഷേത്ര പരിസരത്തിലേക്ക് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും യാത്ര ചെയ്തെത്തുന്നവർ പൊരിവെയിലിനെ തൃണവൽഗണിച്ച് പൊങ്കാലയും നടത്തി മടങ്ങുന്ന കാഴ്ച നമ്മുടെ നാടിൻ്റെ മാത്രം പ്രത്യേകതയാകുന്നു. ശാസ്ത്രവും യുക്തിബോധവും നിറയ്ക്കുന്ന ഈ വർത്തമാനകാലത്തിൽ ഇതിന് രണ്ടിനെയും നിഷ്പ്രഭമാക്കുന്ന ഭക്തിയും ആചാരവും അതിനെയൊക്കെ മറയ്ക്കുന്നതിനും നമ്മൾ സാക്ഷികളാകുന്നു. പൊങ്കാലയോടൊപ്പം ശ്രദ്ധേയമാകുന്ന പെൺകുട്ടികൾക്കുള്ള താലപ്പൊലി, ആൺകുട്ടികൾക്കുള്ള കുത്തിയോട്ടം എന്നീ നേർച്ചകളും
കൗതുകമുണർത്തുന്നതാണ്. മഹിഷാസുരനുമായുള്ള യുദ്ധത്തിൽ ദേവിയുടെ വിജയം ആഘോഷിക്കുന്ന ഭടന്മാരത്രേ കുത്തിയോട്ടത്തിന് അമ്പലത്തിൽ തന്നെ 5 ദിവസം വ്രതാനുഷ്ഠാനത്തോടെ കഴിയുന്ന ഈ ബാലന്മാർ. കത്തിജ്വലിക്കുന്ന കുമ്പച്ചൂടിൽ ഒരില നിഴൽ തേടി ഓടുന്ന പരിഷ്കൃത സമൂഹം ഈ പൊങ്കാല ദിവസം ലക്ഷക്കണക്കിന് അടുപ്പുകളിൽ നിന്നുയരുന്ന പുകയും ചൂടും അനുഭവിച്ച് സർവമംഗളങ്ങളും പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് ഈ നേർച്ചാസമയം നമുക്ക് കാണാനാകുന്നത്. ഉദ്ദിഷ്ടകാര്യത്തിനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും രോഗരക്ഷയ്ക്കുമായിട്ടുള്ള സ്ത്രീകളുടെ പ്രാർത്ഥനയാണ് ആറ്റുകാൽ പൊങ്കാല.